ലഹരി ഉപയോഗത്തിന് എളുപ്പവഴി ഒരുക്കുന്ന പ്രീ റോൾഡ് കോണുകൾ പിൻവലിക്കുന്നു ഇൻസ്റ്റാമാർട്ട്. അതായത് കേരളത്തിൽ ഗുരുതര പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഈ നീക്കം ഓൺലൈൻ വഴി നടക്കുന്നു എന്ന കാര്യം ന്യൂസ് 18 നേരത്തെ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. കേരളത്തിൽ ഒരിടത്തും ഓൺലൈനിലൂടെ ഇനി വിതരണം ചെയ്യേണ്ട എന്നതാണ് ഇൻസ്റ്റാമാർട്ടിന്റെ തീരുമാനം. കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിന് വേണ്ടിയാണ് ഇത്തരം കോണുകൾ ഉപയോഗിക്കുന്നത്. ആവശ്യക്കാരിലേറെയും കുട്ടികളാണെന്ന വാർത്ത ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തിരുന്നു. മന്ത്രി അടക്കം ഈ വിഷയത്തിൽ ഇടപെടുകയും ഇത് നിർത്തിവെക്കാനുള്ള നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു. ഒടുവിൽ ഇൻസ്റ്റാമാർട്ട് അതിൻ്റെ വിൽപ്പന നിർത്തിവെക്കുകയായിരുന്നു. ന്യൂസ് 18 വാർത്തയെ തുടർന്നാണ് ഇപ്പോൾ നടപടി ഉണ്ടാകുന്നത്. അതേസമയം മറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ഇപ്പോഴും ഇത് ലഭ്യമാകുന്നു എന്ന ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം കൂടി നമുക്ക് മുന്നിലുണ്ട്. വി അരുൺ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ തന്നെയാണ് ഇൻസ്റ്റാമാർട്ട് വഴി ഈ വസ്തുക്കൾ വിൽപ്പന നടത്തുന്നു എന്ന കാര്യമുണ്ടായത്. ഇപ്പോൾ എന്ത് നീക്കമാണ് ഇൻസ്റ്റാമാർട്ടിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്? മന്ത്രി അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. സഹിത കുട്ടികൾക്ക് ഉൾപ്പെടെ കയ്യെത്തും ദൂരത്തായിരുന്നു ലഹരി ഉപയോഗിക്കാൻ എളുപ്പവഴി നൽകുന്ന ഈ പ്രീ റോൾഡ് കോണുകൾ. അതായത് കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ പുകയ്ക്കാൻ നേരത്തെ പേപ്പർ വാങ്ങി റോളുകളാക്കിയായിരുന്ന ഈ ലഹരി സംഘങ്ങൾ ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് വേണ്ട, ഇൻസ്റ്റന്റ് ആയിട്ട് ആ റോളുകൾ തയ്യാറാക്കി ഇൻസ്റ്റാമാർട്ട് പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്ലാറ്റ്ഫോമിലൂടെ വിൽപ്പന നടത്തുന്നു. ഇൻസ്റ്റാമാർട്ട് എന്ന് പറയുമ്പോൾ അവർ മാത്രമല്ല, അങ്ങനെ ഇൻസ്റ്റാമാർട്ട് പോലുള്ള വളരെ സജീവമായ വളരെ വേഗത്തിൽ ഇത്തരം വസ്തുക്കൾ ലഭ്യമാക്കുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴി വിൽപ്പനയുണ്ടായിരുന്നു. ന്യൂസ് 18 വാർത്ത പുറത്തു വന്നതിനെ തുടർന്നാണ് ഇൻസ്റ്റാമാർട്ട് ഒരു തീരുമാനമെടുത്തത്. കേരളത്തിലെ മുഴുവൻ കേന്ദ്രങ്ങളിൽ നിന്നും ഇത്തരം പ്രീ റോൾഡ് കോണുകൾ അവരുടെ പ്ലാറ്റ്ഫോമിൽ പിൻവലിച്ചു എന്നാണ് ഇൻസ്റ്റാമാർട്ട് അറിയിക്കുന്നത്. അത് ഇത്തരം ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലായിരുന്നു. സർക്കാരിന്റെ തൂഫാൻ പദ്ധതിക്ക് പിന്തുണ കൂടി പ്രകടിപ്പിച്ചുകൊണ്ടാണ്, ഐക്യദാർഢ്യം കൂടി പ്രകടിപ്പിച്ചുകൊണ്ടാണ് ആ തീരുമാനമെടുക്കുന്നത്. കുട്ടികളെ വഴിതെറ്റിക്കാൻ ഞങ്ങൾ കൂട്ടുനിൽക്കില്ല എന്ന നിലപാടാണ് ഇൻസ്റ്റാമാർട്ട് ഇപ്പോൾ പറയുന്നത്. അവരുടെ ഔദ്യോഗിക സ്ഥിരീകരണം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അവർ അത് ഒരു വാർത്താക്കുറിപ്പായ മറ്റോ ഇറക്കാൻ തയ്യാറല്ല. എങ്കിൽ പോലും അവരുടെ വളരെ പ്രധാനപ്പെട്ട ആളുകൾ തന്നെ ആ സ്ഥിരീകരണം നമുക്ക് ലഭിക്കുന്നു. തങ്ങളുടെ ഒരു പ്ലാറ്റ്ഫോമുകളിലും അത് ലഭിക്കില്ല. ഇപ്പോൾ നമുക്ക് ഇൻസ്റ്റാമാർട്ടിൽ തിരുവനന്തപുരത്തൊക്കെ നമുക്കത് സെർച്ച് ചെയ്താൽ കിട്ടുകയുമില്ല. പകരം മറ്റൊരു പേജിലേക്ക് നമ്മളെ റീഡയറക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് പാൻ ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്ന മറ്റൊരു പേജാണ്. അത് പ്രായം 18 വയസ്സ് കഴിഞ്ഞവർക്കൊക്കെ അത്തരം ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ കഴിയുന്ന ഔദ്യോഗികമായ ഒരു പ്ലാറ്റ്ഫോം. അവിടേക്കാണ് ആ പേജ് റീഡയറക്ട് ചെയ്യുന്നത്. നമുക്ക് നേരിട്ട് ഇപ്പോൾ കുട്ടികൾക്കുൾപ്പെടെയുള്ളവർക്ക് ഈ പ്രീ റോൾഡ് കോണുകൾ ഇൻസ്റ്റാമാർട്ട് വഴി വാങ്ങാൻ കഴിയില്ല. പക്ഷേ മറ്റു ചില പ്ലാറ്റ്ഫോമുകൾ ഇപ്പോഴും എറണാകുളം ജില്ലയിലും മറ്റും പ്രവർത്തിക്കുന്ന ചില ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഇപ്പോഴും ഇത്തരം സംവിധാനങ്ങൾ ലഭ്യമാകുന്നുണ്ടെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ഏതായാലും ഈ വിഷയത്തിൽ ആഭ്യന്തരമന്ത്രി ഇടപെട്ടതാണ്. ഇതിൽ നിന്ന് പിന്മാറണമെന്ന് ഇൻസ്റ്റാമാർട്ടിന് അദ്ദേഹം അഭ്യർത്ഥിച്ചതാണ്. ന്യൂസ് 18 വാർത്ത വളരെ ഗൌരവമുള്ള വിഷയമാണ്. അതിൽ ശ്രദ്ധയിൽപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഈ പ്ലാറ്റ്ഫോമുകൾ ഇതിൽ നിന്ന് പിന്മാറണമെന്ന് ആഭ്യന്തരമന്ത്രി നേരിട്ട് അഭ്യർത്ഥിച്ചാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന കൂടി പരിഗണിച്ചുകൊണ്ടാകാം ഇത്തരമൊരു മാതൃകാപരമായ തീരുമാനം ഇപ്പോൾ ഇൻസ്റ്റാമാർട്ട് കൈക്കൊണ്ടിരിക്കുന്നത്. അവരുടെ എല്ലാ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും അവരുടെ ഈ ഇൻസ്റ്റാമാർട്ട് പ്ലാറ്റ്ഫോമിൽ നിന്ന് എല്ലായിടങ്ങളിലും കേരളത്തിലെ മുഴുവൻ കേന്ദ്രങ്ങളിൽ നിന്നും അവർ ഈ പ്രീ റോൾഡ് കോണുകൾ പിൻവലിച്ചിരിക്കുന്നു. കുട്ടികളാണ് ഏറ്റവും അധികം ഉപയോക്താക്കളായി ഇതിന് വന്നിരുന്നത്. ഈ ഡെലിവറി ബോയ് നമ്മോട് പറഞ്ഞതനുസരിച്ച് വളരെ കൃത്യമായി കുട്ടികൾക്ക് സ്കൂളുകൾക്ക് പുറത്ത് അവർ ഒരു ലൊക്കേഷൻ നൽകി, വീടുകൾക്ക് പുറത്ത് ലൊക്കേഷൻ നൽകി അവർ ഈ പ്രീ റോൾഡ് കോണുകൾ വാങ്ങുമായിരുന്നു. ഇതിന് മറ്റൊരു ഉപയോഗമില്ല. കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ നിറച്ച് പുകയ്ക്കുന്നതിനപ്പുറത്തേക്ക് ഒരു ഉപയോഗമില്ലാത്ത പൂർണ്ണമായും ലഹരിക്ക് വേണ്ടി ഉണ്ടായിരുന്ന ഒരു പ്രീ റോൾഡ് കോണുകൾ അത് പൂർണ്ണമായും ഇപ്പോൾ ഇൻസ്റ്റാമാർട്ട് പിൻവലിക്കുകയാണ്. മാതൃകാപരമാണ് അവരുടെ ഈ നടപടി. ഇത് മറ്റു പ്ലാറ്റ്ഫോമുകളും സമാനമായ രീതി സ്വീകരിക്കേണ്ടതുമാണ്. അരുണ, ഒരു കാര്യം കൂടി, ഈ കുട്ടികൾക്കടക്കം വളരെ പെട്ടെന്ന് അല്ലെങ്കിൽ വീട്ടിൽ രക്ഷിതാക്കളൊന്നും അറിയാതെ വളരെ രഹസ്യമായി കൈകാര്യം ചെയ്യുന്ന ഒരു സാധ്യതയാണല്ലോ ഈ ഓൺലൈൻ തുറന്നു വയ്ക്കുകയും ചെയ്തത്. അപ്പോൾ മറ്റ് പ്ലാറ്റ്ഫോമുകളും നമുക്കറിയാം, ഒന്ന് ഓർഡർ ചെയ്താൽ സെക്കൻഡുകൾക്കുള്ളിൽ മിനിറ്റുകൾക്കുള്ളിൽ ഇത് ലഭ്യമാവുന്ന സാഹചര്യം ഇപ്പോഴുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റു പ്ലാറ്റ്ഫോമുകളിൽ കൂടി ഇതുണ്ട് എന്ന കാര്യം, വിതരണമുണ്ടെങ്കിൽ അത് നിരോധിക്കാൻ കൂടിയുള്ള ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാവേണ്ടതല്ലേ? സർക്കാർ സംവിധാനങ്ങൾക്ക് ഈ വിഷയത്തിൽ എത്ര കണ്ട് ഇടപെടാൻ കഴിയും? തീർച്ചയായിട്ടും സർക്കാരിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കാരണം ഇത്തരമൊരു ലഹരി ഉപയോഗിക്കുന്ന വഴികൾ ഏതായാലും ലഹരി എളുപ്പമാക്കുന്നത് മാത്രമല്ല, ലഹരിയിലേക്ക് നയിക്കുന്ന വഴികൾ ഏതൊക്കെയുണ്ടോ അതൊക്കെ തടയാനുള്ള ഉത്തരവാദിത്വം സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിനും എക്സൈസ് വകുപ്പിനും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർ നിയമപരമായി തന്നെ ഒന്നുകിൽ നിയമനിർമ്മാണങ്ങളിലേക്ക് പോകണം, അല്ലെങ്കിൽ ഈ പ്ലാറ്റ്ഫോമുകളോട് അഭ്യർത്ഥിക്കാൻ. ഏതായാലും ആഭ്യന്തരമന്ത്രിയുടെ അഭ്യർത്ഥനയും ന്യൂസ് 18 വാർത്തയും കൊണ്ട് തന്നെയാണ് ഇൻസ്റ്റാമാർട്ട് ഈ ഒരു തീരുമാനത്തിൽ നിന്ന് ഇപ്പോൾ പിന്മാറുന്നത്. അത്തരം ലാഭം വേണ്ട, അങ്ങനെ ലഭിക്കുന്ന ലാഭം വേണ്ട തീരുമാനത്തിലേക്ക് അവർ എത്തിയിരിക്കുന്നു. ഏതായാലും
അത് സർക്കാരിന് കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സർക്കാരിന് നിർബന്ധമായി തന്നെ ഇത്തരം കുട്ടികൾക്ക് എളുപ്പ വഴി ലഭിക്കുന്ന ഇത്തരം ഉൽപ്പന്നങ്ങൾ ഒരു കാരണവശാലും സംസ്ഥാനത്ത് ഒരു പ്ലാറ്റ്ഫോമുകളിൽ ഓൺലൈനായാലും നേരിട്ടായാലും ഓഫ്ലൈനായാലും ഒക്കെ ഒരിടത്തും ഇത് വിൽപ്പന പാടില്ല എന്ന കർശന നിർദ്ദേശം സർക്കാരിന് നൽകാം. അത്തരം നടപടികളാണ് സർക്കാരിൽ നിന്ന് നമ്മളും പ്രതീക്ഷിക്കുന്നത്. കാരണം ലഹരി അടയ്ക്കാനുള്ള വഴികൾ, ലഹരിയുടെ വേലിറക്കാനുള്ള നടപടികളുമായാണ് തൂഫാൻ എന്ന പദ്ധതി പ്രഖ്യാപിച്ച ആഭ്യന്തര വകുപ്പ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിൽ ലഹരിയുടെ എളുപ്പ വഴികൾ കൂടി തുറന്നിരിക്കുന്നു. ഒരുപക്ഷെ സർക്കാർ അത് ന്യൂസ് 18 വാർത്തയുടെ മാത്രം അറിഞ്ഞ വിവരമാകാം. അങ്ങനെയെങ്കിൽ അത്തരം കാര്യങ്ങൾ കൂടി അന്വേഷിച്ച് ഏതെല്ലാം വഴിയിലൂടെ ഈ ലഹരി ഉപയോഗത്തിലേക്ക് കുട്ടികൾ ആകർഷിക്കപ്പെടുന്നു, ഏതെല്ലാം എളുപ്പ വഴികൾ അവർക്കുണ്ട്, എങ്ങനെയൊക്കെ അവരിലേക്ക് ഈ ലഹരി ഉപയോഗിക്കാനുള്ള അനുബന്ധ സാമഗ്രികളും എത്തുന്ന കാര്യങ്ങളിലെ കൃത്യമായ പരിശോധന സർക്കാരും എക്സൈസ് വകുപ്പും ആഭ്യന്തര വകുപ്പും ഒക്കെ നടത്തേണ്ടതാണ്. അങ്ങനെ നിയമനിർമ്മാണത്തിലൂടെ അല്ലെങ്കിൽ കർശന നിലപാടുകളിലൂടെ സർക്കാരിന് ഇതിൽ വലിയ പങ്ക് വഹിക്കാനുണ്ട് എന്നുള്ളതാണ് വസ്തുത. അതാണ് സാഹചര്യം. എന്തായാലും ഇൻസ്റ്റാമാർട്ട് ഈ വിഷയത്തിൽ ഒരു മാതൃക ഇപ്പോൾ കാട്ടിയിട്ടുണ്ട്. അവരെന്തായാലും ന്യൂസ് 18 വാർത്ത ശ്രദ്ധപ്പെട്ടതിനെ തുടർന്ന് ഇതിൻ്റെ വിതരണം നിർത്തിവെച്ചു എന്ന അറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട്. മറ്റു പ്ലാറ്റ്ഫോമുകളുടെ കൂടി ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. ഓൺലൈൻ വഴിയുള്ള ലഹരി ഉപയോഗം, അതിൻ്റെ സാധ്യതകൾ പരമാവധി അടയ്ക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഞങ്ങളും ഈ വിഷയത്തിൽ ഗൗരവമായ ഇടപെടലുകളുമായി മുന്നോട്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.